Hi friends, we are March നാലാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് വീക്കാണ്. വരുന്ന ആഴ്ച 3 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ, 2 ദിവസം ഹോളിഡേ ആണ്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 10 ചാർട്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ചാർട്ടുകളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള സങ്കല്പത്തിലാണ് ചാർട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം സെയിൽസ് ഇലക്ട്രോണിക്സ് ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടുന്ന് ഒരു ഫിബ് ലെവൽ വർക്കൗട്ട് ചെയ്താൽ ഫിബിൽ നിന്നുമാണ് കയറിപ്പോയത്. നോക്കുക, ഇത് വീക്കിലി ചാർട്ടാണ്. കറക്റ്റ് ഫിബ് 382 എന്ന് കയറിപ്പോയി. നമ്മൾ ഫിബിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു EMA10 കൂടെ കൊടുത്താൽ എന്താ സംഭവിച്ചത്? EMA10ഉം ഫിബും ചേർത്തുള്ള പവർ സോണിൽ നിന്നാണ് സ്റ്റോക്ക് കയറിപ്പോയിട്ട് ഓൾ ടൈം ഹൈറ്റ് ചെയ്തത്. ഓൾ ടൈം ഹൈയിൽ ക്യാൻഡിൽ സ്ട്രോങ് ആണ്, പക്ഷേ ക്യാൻഡിൽ അനുസരിച്ചില്ല, വോളിയം വന്നിട്ടില്ല. വോളിയം വരുന്ന ആഴ്ചയിൽ വരുമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. RSI ഇറ്റ്സ് ഷോയിങ് വെരി അപ് ട്രെൻഡ്. ആക്ച്വലി RSI ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കയറി പോകുന്നത്. സോ അടുത്ത ചാർട്ടിലേക്ക് കിടക്കാം. അടുത്തത് വോൾട്ടാമ്പിൻ്റെ ചാർട്ടാണ്. വോൾട്ടാം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞൊരു 1.5 കൊല്ലമായിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. നോക്കൂ, വോൾട്ടാം EMA10 നിന്നാണ് കയറിപ്പോയത്. വോൾട്ടാമ്പിൽ തന്നെ നമുക്ക് കയറിപ്പാനുള്ള വേറൊരു കാര്യം, EMA10+ ഇവിടെ ഒരു ഫിബോനിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫിബ് ലെവലിൽ നിന്നാണ് വോൾട്ടാം കയറിപ്പോയത്. നമ്മൾ നോക്കൂ, കറക്റ്റായിട്ട് 0.382 ഫിബ് പ്ലസ് EMA10 കൂടി ചേർന്നുള്ള ലെവലിൽ നിന്നാണ് കയറിപ്പോയത്. 382ഉം 236 കവറപ്പാണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത്. ആ കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ടു 10% അപ്ഗ്രേഡ് ക്ലോസ് കൊടുത്തിട്ട് കയറിപ്പോയത്. ഒരു കാര്യം, ഇതെല്ലാം സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഒരു മാസമായിട്ട് വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള ഒരു ഫാക്ടർ പൊതുവേ സ്മോൾ ക്യാപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ RSI വളരെ സ്ട്രോങ് ആയിട്ട്, RSI സംതിങ് അറൗണ്ട് 71, RSI വളരെ സ്ട്രോങ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന ലെവലാണ് RSI കിടക്കുന്നത്. അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സീമെൻസ് ആണ്. സീമെൻസും ശരിക്കും ഇത് വീക്കിലി ചാർട്ടാണ്. സീമെൻസ് നോക്കി, ഈ ചാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കൂ. സീമെൻസ് സ്മോൾ ക്യാപ്പ് അല്ല, സീമെൻസ് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു ലാർജ് ക്യാപ്പ് കാറ്റഗറി വരുന്ന കാര്യമാണ്. സീമെൻസിൽ നമ്മൾ നോക്കാൻ നേരം കാണുന്നത് സ്ട്രോങ് ലോവർ വീക്കാണ്. ദാറ്റ് മീൻസ് ബയർ പ്രസൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഭാഗത്ത് ബയർ ഈസ് വെരി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു ചാർട്ട് കാണിക്കുന്നത്. സ്ട്രോങ് ഹാമർ ക്യാൻഡിലാണ്. നമ്മൾ അവിടെ ഒരു ഫിബ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫിബും കൂടെ ചേർത്തെടുത്താൽ ഇറ്റ് ഷോസ് സംതിങ് അറൗണ്ട്, നോക്കൂ, കറക്റ്റ് ആ 0.236 സപ്പോർട്ട് എടുക്കുന്നത്. 0.236 EMA10 കൂടെ ചേർന്നുള്ള കറക്റ്റ് പവർ സോണിൽ സപ്പോർട്ട് എടുത്താണ് കയറിപ്പോയത്. ആൻഡ് സീമെൻസിൻ്റെ നമ്മൾ RSI നോക്കാൻ നേരത്തെ RSI ഈസ് വെരി പവർഫുൾ ആയിട്ടാണ് ട്രെൻഡ് ചെയ്യുന്നത്. 80 വന്നിട്ടുണ്ട് ഓൾറെഡി. സോ വീൽ വെയിറ്റ്. അടുത്തത് മാരുതി സുസുക്കിയുടെ ചാർട്ടാണ്. മാരുതി സുസുക്കി എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. മാരുതി സുസുക്കി 2 ബ്രേക്കൗട്ട് കൊടുത്തു. ഒന്നാമത്തെ ബ്രേക്കൗട്ട് കൊടുത്തത് ഈ ലെവലിലാണ്. അതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള റിജക്ഷൻ ക്യാൻഡിൽസ് നോക്കൂ. സ്ട്രോങ് റിജക്ഷൻ ക്യാൻഡിൽസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താ, ലോവർ വിക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ ബയർ പ്രസൻസിനെയാണ് കാണിക്കുന്നത്. റിജക്ഷൻ ക്യാൻഡിൽ കൊടുത്തിട്ടാണ് സ്റ്റോക്ക് നേരെ കയറിപ്പോയത്. നമ്മൾ EMA10 ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് ശരിക്കും മാരുതി സുസുക്കി ഒരു ബ്രേക്കൗട്ട് കൊടുത്തത്. ആൻഡ് ബ്രേക്കൗട്ട് വാസ് എക്സലൻറ്റ്. കാരണം ക്യാൻഡിൽ ക്ലോസിംഗ് 2 ഹൈ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ആ ക്യാൻഡിലിൽ നല്ല ഡീസൻറ്റ് എക്സലൻറ്റ് വോളിയുള്ള ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് ബ്രേക്കൗട്ട്. അതിനുശേഷം രണ്ടാമത്തെ ബ്രേക്കൗട്ട് മാരുതി കൊടുത്തത് ഈ ലെവലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് മാരുതിക്ക് ബ്രേക്കൗട്ട്സ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ദാറ്റ്സ് എ സെക്കൻഡ് ബ്രേക്കൗട്ട് ആക്ച്വലി. സോ സ്ട്രോങ് സ്റ്റോക്കുകൾക്ക് മാത്രമേ കണ്ടിന്യൂസ് ബ്രേക്കൗട്ട്സ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കയറി പോകുമ്പോഴുള്ള ക്യാൻഡിലിൻ്റെ സൈസ് നോക്കുക. സ്ട്രോങ് മൊമെൻറ്റമാണ്, എക്സലൻറ്റ് റിജക്ഷൻ. താഴെ വരുമ്പോൾ മേടിക്കാനുള്ള റിജക്ഷൻ നോക്കുക. സൂപ്പർ റിജക്ഷൻസ് ആണ് താഴെ വരുമ്പോൾ കാണിക്കുന്നത് അല്ലേ. എന്നിട്ടാണ് മാരുതി കഴിഞ്ഞ ആഴ്ച എക്സലൻ്റ് ആയിട്ട് കയറിപ്പോൾ. ആൻഡ് സി ദി RSI ഇറ്റ്സ് വെരി പവർഫുൾ RSI ആണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. മാരുതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫിബ് വർക്ക് ചെയ്യാം. തൽക്കാലം വോളിയം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫിബ് നോക്കാൻ നേരത്തെ വിൽ ഗെറ്റ് ക്ലിയർ ഫിബ് എന്തിൻ്റെ ബേസിലാണ് കയറിപ്പോയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെവലിലൊരു ഫിബ് എടുത്താൽ മാരുതി കണ്ട കറക്റ്റ് 0.382 ഫിബിലാണ് മാരുതി കയറിപ്പോളുള്ളൊരു കാരണം. 0.382 ഫിബിൻ്റെ കൂട്ടത്തിൽ ഒരു EMA21 വീക്കിലി സപ്പോർട്ടും കൂടെ വന്നപ്പോഴേക്കും മെയിനായിട്ടുള്ള റെസിസ്റ്റൻറ്റ് 0.236 ക്രോസ് ചെയ്താണ് കയറിപ്പോയത്. സോ ഇങ്ങനത്തെ സെറ്റിലായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മികച്ച ട്രേഡായിട്ട് മാറാനുള്ള സാധ്യത എപ്പോഴും മുന്നിലുണ്ട്. നമ്മുടെ മുമ്പിൽ സൺഫാമയുടെ ചാട്ടം ഉണ്ടല്ലോ. സൺഫാമ നോക്കുക, എത്ര ഡബിൾ ബോട്ട് എടുത്തിട്ടാണ് സൺഫാമ കയറിപ്പോയത്. സൺഫാമ കയറിപ്പോയതിന് ശേഷം സൺഫാമ ശരിക്കും ഒരു റേഞ്ച് ഡെവലപ്പിലാണ് സൺഫാമ നിൽക്കുന്നത്. റേഞ്ച് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലെവലിൽ റേഞ്ച് ഡെവലപ്പിനാണ് നിൽക്കുന്നത്. വീക്കിലി ആണ് നമ്മൾ സംസാരിക്കുന്നത്, ഡെയിലി അല്ല. സോ EMA10 മുകളിലാണ് സൺഫാമ ഒരു സ്ട്രോങ് മൊമെൻറ്റത്തിൽ നിൽക്കുന്നത്. സോ സൺഫാമ ഈസ് ഒരു കൺസോളിഡേഷനിലാണ് നടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ക്യാൻഡിൽ, കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിൽ സ്ട്രോങ് വോളിയം ഉണ്ട് ശരിക്കും. സോ വീൽ വെയിറ്റ്. അടുത്ത പിഡിലേറ്റ് ആണ്. പിഡിലേറ്റ് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കും. പിഡിലേറ്റിൽ ഒരു റേഞ്ചിലാണ് പിഡിലേറ്റ് കുറേ നാളിൽ കിടന്നത്. വീക്കിലി ചാർട്ടാണ്. ആൻഡ് റേഞ്ച് ജസ്റ്റ് കട്ട് ചെയ്ത് വെളിപ്പോയി, ജസ്റ്റ് ബ്രേക്കൗട്ട് കൊടുത്തു. പക്ഷേ ബ്രേക്കൗട്ടിൽ ശരിക്കും പറഞ്ഞാൽ കയറിപ്പോകാനായിട്ടുള്ള ഒരു വോളിയത്തിൻ്റെ അഭാവം ഓൾറെഡി ഉണ്ട്. ആ അഭാവം വരുന്ന ആഴ്ചയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ഈ ഭാഗത്തുള്ള റിജക്ഷൻസ് നോക്കൂ. ഇത് സ്ട്രോങ് റിജക്ഷൻ ആണ്. നോക്കൂ, അവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ, എല്ലാ ലോവറിലുള്ള റിജക്ഷൻസ് ഈസ് വർക്കിംഗ് വെരി പവർഫുള്ളി ആക്ച്വലി. ആൻഡ് RSI ഈസ് പവർഫുള്ളി പൊസിഷൻഡ് ആണ്. RSI
RC വീക്കിൽ വന്നിട്ട് സംതിങ് അറൗണ്ട് 71 വെരി പവർഫുൾ പൊസിഷനാണ്. ഒരു കാര്യം വോളിയം ഹാസ് ടു ബി ഡെവലപ്പ്. വോളിയം ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമ്മൾ പറയാം. നമുക്ക് കാത്തിരി കാണാം വോളിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. അത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ നോക്കാൻ നേരത്തെ ടാറ്റ മോട്ടോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ നിന്ന് കയറിപ്പോയി. അതിനോടൊപ്പം തന്നെ ഈ ഡബിൾ ബോട്ടത്തിൻ്റെ കൂടെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ട്രെൻഡ് ലൈൻ എന്ന് വരച്ച് നോക്കാം. ടാറ്റ മോട്ടോഴ്സിലെ ട്രെൻഡ് ലൈൻ എങ്ങനെ വർക്ക് ചെയ്യും നമുക്കൊന്ന് നോക്കാം. എക്സാക്ട് ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുത്ത് കയറിയ സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. നോക്കൂ, ഓരോ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കയറി പോകുന്ന സ്റ്റോക്കാണ്. ഇത് ബേസിക്കലി മീൻ റിവേഷന് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സോ മീൻ റിവേഷൻ MR ഇട്ടാൽ MR10 സപ്പോർട്ടും റെസിസ്റ്റൻസ് MR10 സപ്പോർട്ട് എടുത്തു, MR10 വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറി പോകുന്ന സ്റ്റോക്കായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് കാണിക്കുന്നത്. ആൻഡ് RSI സ്റ്റിൽ മെയിൻറ്റെയിനിങ് 72.53 ഇസ് വെരി പവർഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീൽ വെയിറ്റ് ആൻഡ് സേ. ടാറ്റ മോട്ടോഴ്സിൽ ആൻഡ് ഡീസൻറ്റ് വോളിയം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഡീസൻറ്റ് വോളിയം ഉണ്ട് ടാറ്റ മോട്ടോഴ്സിൽ. ഒരു കാര്യം ലോ പൊളാരിറ്റി ലോ പി സോൺ ടാറ്റ മോട്ടോഴ്സ് കട്ട് ചെയ്ത് പോകണം. ഈ സോൺ കട്ട് ചെയ്ത് പോകണം ടാറ്റ മോട്ടോഴ്സിനെ. ഇനി മേളിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ഫസ്റ്റ് കടമ്പ എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഡോക്ടർ റെഡ്ഡീസ് റാമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റെഡ്ഡീസ് റാം നമുക്ക് എക്സലൻറ്റ് പുൾ ബാക്ക് ബ്രേക്ക് കൊടുത്തതിന് ശേഷം എക്സലൻറ്റ് പുൾ ബാക്ക് ആണ്. റിജക്ഷൻ നോക്ക്, ബ്യൂട്ടിഫുൾ പുൾ ബാക്ക് ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ റിജക്ഷനാണ് വളരെ വാലിഡ് ആയിട്ടൊരു കാര്യം. റിജക്ഷൻ ക്യാരീസ് ലോട്ട് ഓഫ് വാല്യൂ. കറക്റ്റ് പ്രീവിയസ് ബ്രേക്കറ്റ്സോടെ റിജക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ EMA 21 ഓർ EMA 10 നമുക്ക് EMA 10 സപ്പോർട്ട് എടുത്തിട്ടാണ് സപ്പോർട്ട് എടുത്താണ് കയറിപ്പോയത്. നമുക്ക് ആ ഭാഗത്ത് ഫിബ് എല്ലാം വർക്ക് ചെയ്യുന്നതോടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫിബ് ഈ ലെവലിൽ നിന്ന് ഫിബ് എടുത്ത് നോക്കാം. സോ വിൽ ചെക്ക് ഫിബിൻ്റെ ലെവലിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അവിടെ എക്സാക്ട് ഫിബ് വർക്ക് ചെയ്ത ലെവലുണ്ട്. 0.32 എന്നാണ് ഫിബ് കയറിയത്. അതിനോടൊപ്പം EMA 10 സപ്പോർട്ടും കിട്ടിയപ്പോഴത്തേക്കും സ്റ്റോക്കിൽ നല്ല റിജക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. വീൽ വെയിറ്റ് ആൻഡ് സി. അത് നമ്മുടെ മുമ്പിൽ കുമിൻസ് ആണ്. കുമിൻസ് നോക്കൂ, ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഗ് പാറ്റേണിൽ വീക്കിലി ആണ് ഫ്ലാഗ് പാറ്റേണിൽ ഫ്ലാഗ് ബ്രേക്കൗട്ട് കൊടുത്ത സ്റ്റോക്കാണ്. എക്സലൻറ്റ് ബ്രേക്കൗട്ട് കൊടുത്തത്. ആൻഡ് RSI ബ്യൂട്ടിഫുള്ളി പൊസിഷൻഡ് ആണ് RSI. ആൻഡ് ആ ബ്രേക്കൗട്ടിൽ ഒരു കാര്യം, ഒരു സ്ട്രോങ് വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ വോളിയം ഈ ആഴ്ച ഡെവലപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ഡ്രോബാക്ക് പറയാനായിട്ട് ആ ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. അതർവൈസ് എവറിത്തിങ് ഈസ് എന്താ പറയണ്ടേ സോ ഫാർ കൂടുതൽ രീതി നമുക്ക് പറയാൻ സാധിക്കും. സോ നമ്മൾ നോക്കാൻ നേരത്ത് EMA 21 സപ്പോർട്ടിൻ്റെ ആ 21 സപ്പോർട്ട് എടുത്ത് കയറിപ്പോയ സ്റ്റോക്കാണ് ശരിക്കും. ആൻഡ് PA ഇൻഡസ്ട്രീസ് നോക്കൂ, ശരിക്കും ഒരു ബ്രേക്കൗട്ടിലെ ലെവലിൽ കിടക്കാണ്. ബ്രേക്കൗട്ട് ലെവൽ വന്നിട്ട് റെസിസ്റ്റൻസിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ബ്രേക്കൗട്ട് ലെവലിലേക്ക് കിടക്കുന്നത്. ആൻഡ് RSIയും ഈ സംതിങ് അറൗണ്ട് 59 RSIയും ഒരു പോസിറ്റീവ് ഗ്രെയിനിലേക്ക് ആകാറുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സോ ആൻഡ് വോളിയം കമ്പാരിറ്റീവ്ലി ബ്രേക്കൗട്ടിൽ വോളിയം വരുമോ എന്നുള്ള നമുക്കറിയില്ല. വീൽ വെയിറ്റ് ആൻഡ് സി. ബ്രേക്കൗട്ട് നടക്കുവാണെങ്കിൽ വോളിയം വന്നാൽ മാത്രമേ ബ്രേക്കൗട്ട് വാലിഡ് ആകത്തുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. സോ വീൽ വെയിറ്റ് ആൻഡ് സി. രണ്ടാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മൂവിങ് ആവറേജിൻ്റെ 10 സപ്പോർട്ട് എടുത്ത് കിടക്കുന്നത്. അത് മൂവിങ് ആവറേജ് 10ഉം 20ഉം കൂടെയുള്ള കോൺഫിഡൻസ് സപ്പോർട്ട് എടുത്ത് കിടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.